പൊള്ളുന്ന വെയിലിൽ പാലുൽപാദനം വലിയ തോതിൽ കുറഞ്ഞതോടെ ജില്ലയിലെ ക്ഷീര കർഷകർ പ്രതിസന്ധിയിൽ. വേനൽ കടുത്തതോടെ തോട്ടങ്ങളിലെ പുല്ല് കരിഞ്ഞ് ഉണങ്ങിയ നിലയിലാണ്. പച്ചപ്പുല്ലിന്റെ ലഭ്യത കുറയുമ്പോൾ കച്ചിയാണ് വേനൽക്കാലത്ത് കന്നുകാലികൾക്ക് കൊടുക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വില കൊടുത്ത് കച്ചി വാങ്ങാൻ കഴിയില്ല എന്നാണ് കർഷകർ പറയുന്നത്. തമിഴ്നാട്ടിൽ നിന്നാണ് പ്രധാനമായും കച്ചി ഇറക്കുമതി ചെയ്യുന്നത്. പരിപാലന ചെലവ് വർദ്ധിക്കുന്നതിനാൽ ക്ഷീരമേഖല ഉപേക്ഷിക്കുന്ന കർഷകരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. 50 കിലോ വരുന്ന കാലിത്തീറ്റ ബാഗിന് 1550 രൂപയാണ് വില. മാത്രമല്ല, പശുക്കൾക്കുള്ള അകിടുവീക്കം, കാൽസ്യം എന്നിവയുടെ മരുന്ന് വിലയും ഉയർന്നിട്ടുണ്ട്. ഇതൊക്കെയും വെല്ലുവിളികളാണ്. ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്നത് പശുക്കളുടെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്നുണ്ട്. വായിൽ നിന്ന് നുരയും പതയും വരുന്ന സാഹചര്യവുമുണ്ട്. 9500ഓളം ക്ഷീര കർഷകരാണ് ജില്ലയിൽ ആകെയുള്ളത്. ഇതോടെ പാലിന്റെ വില വർദ്ധിക്കാനും സാധ്യതയുണ്ട്. വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വേനൽക്കാലത്ത് പശുക്കൾക്ക് ധാരാളം വെള്ളം കൊടുക്കണം. തൊഴുത്തിന്റെ മേൽക്കൂര തണുപ്പിക്കാൻ ഇടയ്ക്കിടെ വെള്ളം സ്പ്രേ ചെയ്യണം. പകൽ സമയങ്ങളിൽ തൊഴുത്തിൽ നിന്നിറക്കി തണലുള്ള സ്ഥലങ്ങളിൽ കെട്ടിയിടണം. പശുഫാമുകളിൽ താപനില ഉയരാതിരിക്കാൻ ഫാൻ ഉപയോഗിക്കുക. പശുക്കളെ എല്ലാ ദിവസവും കുളിപ്പിക്കേണ്ടത് നിർബന്ധമാണ്. പകൽ 11 മുതൽ വൈകിട്ട് 4 വരെ വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കുക. ധാതു ലവണങ്ങൾ കൂടുതലായി അടങ്ങിയ തീറ്റ നൽകാൻ ശ്രമിക്കണം. ചൂട് വരും മാസങ്ങളിൽ വർദ്ധിക്കുന്നതോടെ പാൽ ലഭ്യത കുറയുമെന്ന ആശങ്കയുണ്ട്. ചൂട് കാരണം പശുക്കളെ പകൽ സമയത്ത് പറമ്പിൽ മേയാൻ വിടാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. പശുക്കൾക്ക് ഇടയ്ക്കിടെ രോഗം വരുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്നും ക്ഷീര കർഷകനായ കെ മനോഹരൻ പറയുന്നു. എന്നാൽ ചൂടിന് ആശ്വാസമായി മഴയെത്തുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട്. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിച്ചു. ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരും. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയും, മലപ്പുറം, തൃശൂർ, പാലക്കാട്, കോട്ടയം, കൊല്ലം ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാമെന്നാണ് മുന്നറിയിപ്പ്. കോഴിക്കോട്, എറണാകുളം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയാകാം. ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. സൂര്യാഘാത, സൂര്യാതാപ സാധ്യതകൾ കണക്കിലെടുത്ത് പൊതുജനം ജാഗ്രത പാലിക്കണം. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 മണിവരെ സൂര്യപ്രകാശം ശരീരത്ത് നേരിട്ടേൽക്കുന്നത് ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. കൊടും ചൂടിൽ നിന്ന് ആശ്വാസമായി സംസ്ഥാനത്ത് വെള്ളിയാഴ്ച മുതൽ വേനൽ മഴ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി വരുന്ന വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വെള്ളി, ശനി ദിവസങ്ങളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും ഞായറാഴ്ച കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് ഉള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. മറ്റു ദിവസങ്ങളിൽ ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പില്ല. അതേസമയം അടുത്ത 3 മണിക്കൂറിൽ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.